എടി സുലോചനെ, അടുത്ത 2 ദിവസം ഇവിടെ വെള്ളം ഉണ്ടാവില്ലെന്നാ പറയണേ. നീ വെള്ളം പിടിച്ചു വെച്ചോ? ദൈവമേ, ഇത് ആര് പറഞ്ഞു? എടി വാട്ടർ അതോറിറ്റിക്കാർ ദേ കുഴിക്കാൻ തുടങ്ങി. അവരാ പറഞ്ഞേ. അയ്യോ, നാളെ കഴിഞ്ഞ് കൊച്ചിന്റെ കല്യാണമാണ്. ബന്ധുക്കളെല്ലാം വന്നു തുടങ്ങി. ഇപ്പൊ വെള്ളം മുടങ്ങുമെന്ന് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ആണെങ്കിൽ കുഴൽ കിണറും ഇല്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ സോപ്പ് കണ്ണിൽ കുടുങ്ങിയ സമയത്ത് വാട്ടർ സപ്ലൈ നിന്നുപോയവരെ, ബാത്റൂമിൽ പോകാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന നാട്ടുകാരെ, നിങ്ങളുടെ വിളി ദൈവം കേട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട വെള്ളവുമായി ഞാനിതാ എത്തിയിരിക്കുന്നു. തെച്ചിക്കാട്ട് വാട്ടർ സപ്ലൈ 1800 ലിറ്റർ വെള്ളത്തിന് വെറും 2500 രൂപ മാത്രം. അത്രയും പൈസ കൊടുത്ത് എങ്ങനെയാടി വെള്ളം വാങ്ങിക്കുന്നത്? ഓ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. 2 ദിവസം കഴിയുമ്പോ മോളുടെ കല്യാണമാണ്. അതിന് നീ വെള്ളത്തിന് എവിടെ പോവും? ഞാനും അതാ ആലോചിക്കുന്നത്. കല്യാണത്തിന്റെ ഫംഗ്ഷൻ എല്ലാം നമുക്ക് കുടുംബ വീട്ടിൽ വെച്ചങ്ങ് നടത്തിയാലോ? ഓ, അതിന് ബന്ധുക്കൾ എല്ലാവരോടും ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞിരിക്കണേ. എടി സുലോചനെ, നമ്മുടെ കുടുംബ ജോത്സ്യൻ വിളിച്ചിരുന്നു. കല്യാണ തലേന്ന് വെള്ളം കൂടി മുട്ടുന്നത് ശുഭലക്ഷണമല്ല എന്നാണ് പറയുന്നത്. അയ്യോ, അതുകൊണ്ട് ഈ കല്യാണം വേണോ എന്ന് ഒന്നുകൂടി ആലോചിക്കാനാണ് ജോത്സ്യം പറയുന്നത്. ഒരു പെണ്ണിന്റെ കല്യാണവും വാട്ടർ അതോറിറ്റിയും തമ്മിൽ ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. കല്യാണ പെണ്ണിന്റെ വീട്ടിനടുത്തുള്ള പൈപ്പ് പൊട്ടിയതിന്റെ പേരിൽ കല്യാണം മുടങ്ങുന്ന ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ചേച്ചി, 1000 ലിറ്റർ വെള്ളത്തിന് വെറും 3000 രൂപ മാത്രമേ ഉള്ളൂ. എടോ, താൻ അതിനിടയ്ക്ക് വില കൂട്ടിയോ? താനല്ലേ 1800 ലിറ്റർ വെള്ളത്തിന് 2500 എന്ന് തൊട്ടു മുമ്പ് പറഞ്ഞത്? അതെ, നേരത്തെ ഞാൻ അനൗൺസ് ചെയ്തപ്പോൾ വാട്ടർ സപ്ലൈ മുടങ്ങി എന്ന കാര്യം നാട്ടുകാർ അറിഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിന്റെ ഡിമാൻഡ് കൂടി, അതാണിപ്പോൾ വില കൂടുന്നത്. അപ്പോൾ 1800 ലിറ്റർ വെള്ളത്തിന് വെറും 4000 രൂപ. എന്റെ ദൈവമേ, 4000 രൂപയോ? ചേച്ചി, നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ 3000 ആയിരുന്നു. സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് 4000 ആയി. ഇപ്പോതാ 5000 ആകാൻ പോവുകയാണ്. തന്റെ വെള്ളം നമുക്ക് വേണ്ട. ഇപ്പൊ ഈ വിലക്ക് കിട്ടും. പൈപ്പിന്റെ പണി നീണ്ടുപോയാലേ പിന്നെ 2-3 ദിവസത്തേക്ക് വെള്ളം ഉണ്ടാവില്ല. എന്നാലും കുടിവെള്ളത്തിന്റെ പേര് ഇങ്ങനെ കൊള്ളലാഭം ഉണ്ടാക്കിയാലേ അവസാനം വെള്ളം കിട്ടാതെ ചാവാതെ നോക്കിക്കോ. എന്റെ ചേച്ചി, ഈ പ്രാക്കിലൊന്നും ഞാൻ വീഴൂല. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ പറ, ഞാൻ തരാം. എന്നാലും തന്റെ വെള്ളം വേണ്ട. ഞാൻ എന്റെ മോളുടെ കല്യാണമേ എന്റെ കുടുംബ വീട്ടിൽ വെച്ചങ്ങ് നടത്തിക്കോളാം. കുടുംബ വീട്ടിലേക്ക് നിങ്ങൾ എങ്ങനെ പോകുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്? പൈപ്പ് നന്നാക്കാൻ വേണ്ടി നിങ്ങളുടെ ചുറ്റുമുള്ള റോഡ് മുഴുവൻ കുഴിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പുറത്തു പോകണമെങ്കിലേ ഹെലികോപ്റ്റർ തന്നെ പുറത്തു പോവേണ്ടി വരും. എടി സുലോചനെ, ജോത്സ്യന്റെ ഫോൺ പിന്നെയും വന്നു. എന്താ? നമ്മുടെ മകളുടെ പൊരുത്തം പിന്നെയും നോക്കാൻ പോയപ്പോഴേ അവരുടെ പൈപ്പിൽ വെള്ളമില്ല. ആണോ? ആ നിമിത്തം ശരിയല്ല എന്നാണ് അയാൾ പറയുന്നത്. സർക്കാരിന് വെള്ളം കുടി മുട്ടിച്ച് തന്റെ മോളുടെ കല്യാണം മുടക്കേണ്ട ഒരു ആവശ്യമില്ല. ചേച്ചി, കുറച്ച് വെള്ളം തരുമോ? താനാരാ? ഞാനിവിടെ പൊട്ടിയ പൈപ്പ് നന്നാക്കാൻ വന്നതാ. രാവിലെ മുതൽ പണിയെടുത്തിട്ട് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. കുറച്ച് വെള്ളം കിട്ടുമോ? എടോ, പണിയാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെയുള്ള മുഴുവൻ വാട്ടർ സപ്ലൈ ഓഫ് ചെയ്തതല്ലേ? പിന്നെ താൻ എന്തർത്ഥത്തിലാണ് എന്റെ വീട്ടിൽ വന്ന് വെള്ളം ചോദിക്കുന്നത്? അയ്യോ, ആ ലോജിക്ക് ചിന്തിച്ചില്ല. എടോ, തനിക്ക് വെള്ളം വേണോ? ഒരു കുപ്പി വെള്ളം 50 രൂപ. വേണ്ട, ഞാൻ നടന്നു പോയി വല്ല കടയിൽ നിന്നും 20 രൂപയുടെ കുപ്പിവെള്ളം വാങ്ങി കുടിച്ചോളാം. നിങ്ങൾ വെറുതെ ഇങ്ങനെ വാശി കാണിക്കരുത്. ഇപ്പൊ വെള്ളം വാങ്ങിയ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നീ അങ്ങ് സമ്മതിച്ചു കൊടുക്ക്. എടി സുമിത്രേ, വെള്ളം അങ്ങനെ വാങ്ങാമെന്ന് വെച്ചാൽ തന്നെ എത്ര വാങ്ങേണ്ടി വരും? അതിന് ഒരുപാട് പൈസ ആവില്ലേ? അതൊന്നും നോക്കിയിട്ട് കാര്യമില്ലെന്നേ. അവസാനം എന്റെ വലയെ കുടുങ്ങി. 1800 ലിറ്റർ വെള്ളത്തിന് 10000 രൂപ. അതാണ് ഇപ്പോഴത്തെ റേറ്റ്. ഇത് കൂടുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് വാങ്ങിച്ചോ. പിന്നെ ഇങ്ങനെ 2-3 പൈപ്പ് പൊട്ടിയാലേ നമുക്ക് കുറച്ച് ചക്രം ഉണ്ടാക്കാൻ പറ്റും. അയ്യോ ചേച്ചി, വെള്ളം വാങ്ങല്ലേ, വാട്ടർ സപ്ലൈ വരും. ഇത്ര പെട്ടെന്ന് നന്നാക്കിയോ? അത് പിന്നെ കള്ളിക്കാടുന്ന സ്ഥലത്ത് പൈപ്പിന് ലീക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. കേട്ട പാതി കേൾക്കാത്ത പാതി നിങ്ങളുടെ സ്ഥലമായ വള്ളിക്കാട് വന്ന് നമ്മൾ റോഡ് കുഴിച്ച് പൈപ്പ് ശരിയാക്കാൻ പോയി. അപ്പോ വള്ളിക്കാടാണ് പ്രശ്നം അല്ലേ? അതെ, വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട്. ഒന്ന് പൈപ്പ് തുറന്നു നോക്കിയേ. ആ പൈപ്പിൽ വെള്ളം വന്നു. അതിപ്പോ നഷ്ടമായല്ലോ. ഇനി കള്ളിക്കാട് പോയി വെള്ളം വിൽക്കാം. എടി സുലോചനെ, നമ്മുടെ ജോത്സ്യനോട് ഞാൻ ഒന്നുകൂടി നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ മോളുടെയും മരുമോന്റെയും ജാതകം ഒന്നുകൂടി നോക്കി തിരിഞ്ഞപ്പോഴേക്കും പൈപ്പിൽ വെള്ളം വന്നു. അല്ല പിന്നെ അത് നല്ല നിമിത്തമാണെന്നും ഈ കല്യാണം മാറ്റിവെക്കണ്ട എന്നും ജോത്സ്യം പറഞ്ഞു. അത് തന്നെ. അല്ല ചേച്ചി, വെള്ളം വന്ന സ്ഥിതിക്ക് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം. പിന്നണിയിൽ സന്ദീപ് സുരേഷ്, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, ശാന്തി എം എസ്, രജു കോലിയക്കോട്. രചന ആശിഷ് മോഹൻദാസ്.